മിക്ക ആളുകളും നേരത്തെ പറഞ്ഞ ചില ബുദ്ധിമുട്ടുകളൊക്കെ വരുന്ന സമയത്ത് കുറേ കാലം അവർ കൊണ്ടു നടക്കും, വേറെ ആരോടും പറയാതെയോ ഡോക്ടറെ കാണിക്കാതെയൊക്കെ കൊണ്ടു നടക്കും. അതേസമയം ഗൂഗിളിലൊക്കെ ഇതിനെക്കുറിച്ച് സെർച്ച് ചെയ്തിട്ട് പല അനുമാനങ്ങളിലേക്കും എത്തും. യഥാർത്ഥത്തിൽ പൈൽസ് ആണോ എന്ന് പോലും രോഗനിർണയം നടത്താതെ ആയിരിക്കും ഈ ഒരു ഗവേഷണമൊക്കെ. കാരണം നമുക്ക് മലദ്വാരത്തിൽ നിന്ന് ബ്ലീഡിങ് വരുന്നത് പൈൽസ് കൊണ്ട് മാത്രമല്ല, മറ്റ് പല അസുഖങ്ങളും അതിനൊരു കാരണമാണ്. അങ്ങനെ സ്വന്തമായ ഒറ്റമൂലികളും മെത്തേഡുകളൊക്കെ നോക്കിയതിന് ശേഷം എന്നിട്ടും മാറാത്തവരാണ് പല പ്രൊഡക്റ്റുകളും ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാറുള്ളത്. നേരത്തെ പറഞ്ഞ ഒരു കാര്യം ഓർക്കുകയാണെങ്കിൽ, അതായത് പല ആളുകളും പല തരത്തിലുള്ള ലക്ഷണങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവർക്കും ഈ ഒരേ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ പൈൽസിനായിട്ട് ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ ചിലരത് ശരിയാവും, ചിലരത് ശരിയാവില്ല. അതും പരാജയപ്പെട്ടതിന് ശേഷം മാത്രമാണ് പലരും ഡോക്ടറുടെ അടുത്തേക്ക് എത്തുക. അപ്പോഴേക്കും രോഗം മൂർച്ഛിച്ചിട്ടുണ്ടാവും, പല ലക്ഷണങ്ങളും അതിനോടനുബന്ധിച്ച് വന്നിട്ടുണ്ടാവും. ആ സമയത്ത് ഇത് തിരിച്ച് മാറ്റാൻ ചെറിയ പ്രയാസം നേരിടുകയും ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ഈ ലക്ഷണങ്ങൾ കാണുന്ന സമയത്ത് നമ്മളൊരു ഡോക്ടറുടെ സഹായം തേടിയിട്ട് ഇത് പൈൽസ് തന്നെയാണോ